ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാർ അത്ര ഹാപ്പി ഒന്നുമല്ല. ദ റീസൺ ഈസ് പീപ്പിൾ ആർ കമ്പയറിങ് ദംസെൽസ് വിത്ത് അതേഴ്സ്. ഓക്കെ, ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലൊരു സെനറി ഞാൻ പറയാം. ഈ യൂത്തിൻ്റെ ഒക്കെ ഇടയിൽ ഇപ്പം അവരുടെ പേരൻസ് പറയും അയൽവക്കത്തെ വീട്ടിലെ പയ്യനെ കണ്ടുപിടിക്കുക, കൊച്ചിനെ കണ്ടുപിടിക്കുക, അവർക്ക് ഇന്ന ജോലിയുണ്ട്, ഇന്ന പഠിത്തമുണ്ടെന്നൊക്കെ പറയും. അതൊക്കെ ഒരു കാലത്ത് അതായിരുന്നു മെയിൻ കമ്പാരിസൺ. ഇന്ന് ചില വീട്ടിലൊക്കെ അത് ഇല്ല. ഓക്കെ, ചില വീട്ടിലൊക്കെ അത് കുറഞ്ഞു. അങ്ങനെ കമ്പാരിസൺ ഒന്നും ഇല്ല. ഉള്ള വീടൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ കമ്പാരിസൺ ഒന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടിലൊക്കെ ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ഉണ്ട് പിള്ളേർക്ക്, അല്ലെങ്കിൽ യൂത്തിന്. ബട്ട് ദ റീസൺ ഈസ് അവിടെ ഇത് ഓക്കെ ആയപ്പോഴത്തേക്കും വി ആർ കമ്പയറിങ് അവർ സെൽഫ്സ് വിത്ത് ദ 800 കോടി പീപ്പിൾ ഇൻ ദ വേൾഡ് ബിക്കോസ് സോഷ്യൽ മീഡിയ. കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്താണ്? പലരുടെയും ഫ്ലെക്സിങ് ആണ്. അവൻ കാർ മേടിച്ചവൻ വീട് മേടിച്ചവൻ വീട് വെച്ച് അവനതുകൊണ്ട് ഇതുണ്ട്. സോ വി ആർ കോൺസ്റ്റൻ്റ്ലി കൺസ്യൂമിങ് ദ കണ്ടന്റ് വിച്ച് ആർ ബേസിക്കലി ഫ്ലെക്സിങ്. ഓക്കെ, അത് ഫ്ലെക്സിങ് ആണ്. അപ്പം നമ്മൾ ഈ ഓരോരുത്തന്മാരുടെ ഫ്ലെക്സിങ് എല്ലാം കണ്ട്, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ ഷോ ഓഫ് കണ്ടിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് എല്ലാവരെയും കമ്പയർ ചെയ്യും. അവനതുകൊണ്ട് ഇവൻ്റെ ഇതുണ്ടെന്ന് പറയും. ആക്ച്വലി വി ആർ മെൻ ടു കമ്പയർ അവർ സെൽഫ് വിത്ത്, അല്ലെങ്കിൽ വി ആർ മെൻ ടു കമ്പീറ്റ് വിത്ത് പീപ്പിൾ ഹു ആർ അറൗണ്ട് അസ്. നമ്മുടെ അടുത്തുള്ളവരായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് പണ്ടത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ എൻ്റെ അയൽവക്കത്തുള്ളവൻ എന്തുണ്ടോ അവൻ്റെ ഒരു പടി മുകളിൽ ഞാൻ കയറണം എന്നായിരുന്നു പണ്ട് നമ്മുടെ ആഗ്രഹം. പക്ഷേ ഇന്ന് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് 1000ഉം 200ഉം കിലോമീറ്ററൊക്കെ മാറി നിൽക്കുന്നവരായിട്ടാണ്. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അവനിതുണ്ട് ഇവനിതുണ്ട്, സോ അതെനിക്കും വേണം. അപ്പോൾ അത് കുഴപ്പമില്ല, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും, നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ്സ് ഗ്രേറ്റ് തിങ്. പക്ഷേ അവിടുത്തെ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം കിട്ടി, ചെറിയൊരു സാധനമായിരിക്കും, നമുക്കത് കിട്ടി, ഒരു പദവി കിട്ടി, അല്ലെങ്കിൽ ഒരു എന്തൊരു എമൗണ്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ മേടിച്ചു, പണിതു. ഓക്കെ, പക്ഷേ ഇന്ന് പലർക്കും അവർക്ക് വേണ്ട പലതും കിട്ടിയിട്ടും അവർ സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് അവർക്ക് വേണ്ടത് മറ്റുള്ളവൻ്റെ കയ്യിലുള്ള അതേ സാധനമാണ്, അല്ലെങ്കിൽ അവർ ഇന്നലെ കണ്ട സിനിമയിലൊരു സാധനമാണ്, അവർ ഇന്നലെ കണ്ട ഒരു ഷോട്ടിലുള്ളൊരു സാധനമാണ്, ഒരു റീലിലൊരു സാധനമാണ്. ഓക്കെ, ഈവൻ മീ, ഓക്കെ, എനിക്ക് തന്നെ തോന്നാറുണ്ട് പലപ്പോഴും. അതായത് ഞാൻ ഇതുവരെ ജീവിച്ചേക്കുന്ന ജീവിതത്തിൽ പല സാധനവും എനിക്ക് വേണ്ടപ്പെട്ടതുണ്ടായിരുന്നു, പല കാര്യങ്ങളും. അത് കിട്ടുമ്പോഴത്തേക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് ആ ഒരു ഫീലിംഗ് ഫേഡായി പോവുകയാണ് ചെയ്യാറ്. ബിക്കോസ് ഞാനും കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്യുന്നുണ്ട് എന്നെ മറ്റുള്ളവരായിട്ട്. ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുന്ന പലരും ഈ നാട്ടിൽ പോലും ഇല്ലാത്തവരാണ്. ഓക്കെ, കാരണം ഞാൻ കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ്റ് അങ്ങനത്തെ കണ്ടൻറ്റാണ്. ഇന്നത്തെ ഒരു സെനറി ഞാൻ പറയാം. നമ്മുടെ യൂത്തിൻ്റെയൊക്കെ അവസ്ഥ ശോകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാലത്ത് ഉള്ള യൂത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അഡ്വാൻസ്മെൻ്റ് ഉണ്ട്, ടെക്നോളജിക്കലായിട്ടും നോളജൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? ഒരു കാലത്ത് 10 തെങ്ങ് വെച്ചാൽ അവൻ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു 18-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 3 പിള്ളേർ 4 പിള്ളേർ 10 പിള്ളേരൊക്കെ ആയി ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് ലൈഫ് രീതി മാറി, ലൈഫ് സ്റ്റൈൽ മാറി, കാര്യങ്ങൾ മാറി. പീപ്പിൾ ആർ നോട്ട് ഹാപ്പി, നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഒരു സെനാരിയോ ഞാൻ പറയാം. നമ്മുടെ യൂത്തൊക്കെ നമ്മൾ റീൽസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ റീൽസ് കാണുമ്പോഴത്തേക്കും ഒരു 10 റീല് കണ്ടു, അതിൽ 10 പേരുടെ സക്സസ്ഫുൾ ലൈഫാണ് കണ്ടത്. അപ്പോൾ ഈ കാണുന്ന ആൾക്ക് തോന്നി, എൻ്റെ ലൈഫ് കൊണ്ട് എന്താ ഞാൻ ചെയ്യുന്നത്, അവനെപ്പോലെ എനിക്കാകണ്ടല്ലോ, അവളെപ്പോലെ എനിക്കാവണ്ടെന്ന് തോന്നും. 10ാമത്തെ റീല് കണ്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ദേ ആർ ഗോണ വാച്ച് സംതിങ് ലൈക്ക് എ ഡോപ്പമിൻ റഷ് ഐറ്റം പോലെ, ഒരു ഫോൺ എഡിറ്റോ അല്ലെങ്കിൽ എന്തൊരു എഡിറ്റ് വീഡിയോ, ഒരു സിനിമ ക്ലിപ്പോ, അല്ലെങ്കിൽ ഒരു സംതിങ് റിലേറ്റഡ് ടു പോൺ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കണ്ടു. ദെൻ അവർ ആ സ്ക്രോളിങ്, ഡൂം സ്ക്രോളിങ്ങിൽ പെട്ടുപോവുകയും അടുത്ത 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങനെ കളയുകയും ചെയ്യും. സോ ആദ്യം കണ്ട 10 റീലിൽ അവർക്ക് കിട്ടിയ മോട്ടിവേഷൻ, അല്ലെങ്കിൽ ആ മോട്ടിവേഷൻ അങ്ങനെ വർക്കാവുന്ന സെറ്റപ്പ് അല്ല, അത് മോട്ടിവേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, നമ്മൾ ഈ റീൽസിൽ കാണുന്ന 2 വീഡിയോ കാണുമ്പോൾ കിട്ടുന്നതല്ല മോട്ടിവേഷൻ, അതൊക്കെ ഡോപ്പമിൻ റഷാണ്. മോട്ടിവേഷൻ ഇസ് സംതിങ് എൽസ്. ഓക്കെ, സോ അങ്ങനെ കിട്ടിയ ആ ഒരു പുഷ്, ആ 10 റീലിൽ അവന് കിട്ടിയ ഒരു കമ്പാരിസൺ, അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു പുഷ്, ആ 11ാമത്തെ റീൽ തൊട്ട് അവൻ ചെയ്ത ഡൂം സ്ക്രോളിങ് കാരണം നഷ്ടപ്പെടുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മുടെ യൂത്തിനെ നോക്കുമ്പോഴത്തേക്കും എവറിത്തിങ്സ് ഫൈൻ. ഓക്കെ, ദർ ഇസ് നോ ഇഷ്യൂ വിത്ത് എനിബഡി, എവറിത്തിങ്സ് ഫൈൻ. കാരണം എന്തുകൊണ്ടാണ്? ഒരു 20-25 വയസ്സ് ഏജുള്ള ആൾക്കാരെടുക്കുക, അവരുടെ എണ്ണം സമൂഹത്തിൽ കുറവാണ്. അതിനേക്കാളും കൂടുതൽ പഴയ കാരണന്മാർ ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവരുടെ എമൗണ്ട് കൂടുതലാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും സൊസൈറ്റി ഈസ് നോർമൽ, സൊസൈറ്റി ഈസ് ഗുഡ്, ഓക്കെ, എവറിത്തിങ്സ് ഗോയിങ് വെൽ. ഇവരുടെ എണ്ണം കുറയട്ടെ, എന്നിട്ട് യൂത്ത് കൂടുമ്പോൾ ലൈക്ക് ഒരു ആഫ്റ്റർ 10 years 10 കൊല്ലം കണ്ട് നോക്കുക,
അവസ്ഥ എന്തായിരിക്കും? ശോകമായിരിക്കും. കാരണം നമുക്ക് ടെക്നോളജി ഉണ്ട്, നമുക്ക് AI ഉണ്ട്, നമുക്ക് നോളജ് ഉണ്ട്. അത് വേറെ. ഒരു മനുഷ്യൻ ജീവിക്കുന്ന രീതി വ്യത്യാസമുണ്ട്, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട്. അത് വർക്കായില്ലെങ്കിൽ സിവിലൈസേഷൻ ഇല്ല. ഈ ഒരു വലിയ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ 800 കോടി ജനങ്ങളില്ലേ, അതൊന്നൊന്നുമല്ല. സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് കാര്യം. സൊസൈറ്റിക്ക് എങ്ങനെ ഗുണമുള്ള രീതിയിൽ ജീവിക്കണം എന്നുള്ള കാര്യം. സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ പെട്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നത്. സൊസൈറ്റിക്ക് എങ്ങനെ ഗുണമുള്ള രീതിയിൽ നമുക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഫെലോ ഹ്യൂമൻ ബീങ്സിനും എങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് കൊടുത്തുകൊണ്ട് ജീവിക്കാം എന്നുള്ളതാണ് ഒരു മെയിൻ മീനിങ് എന്ന് പറയുന്നത്. സോ അപ്പം ഞാൻ പറഞ്ഞു എത്രയേ ഉള്ളൂ. ഇതൊരു തിങ്കിങ് വീഡിയോ ആണ്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം, ആം ഐ സാറ്റിസ്ഫൈഡ് ഇൻ ലൈഫ്? ആം ഐ സാറ്റിസ്ഫൈഡ് റൈറ്റ് നൗ? ആം ഐ ഹാപ്പി വിത്ത് ദ തിങ്സ് ഐ ഗോട്ട്? മോസ്റ്റ് ഓഫ് യു ഗോണ സേ നോ, because you guys are constantly comparing yourself with others, people who are from like 1,000 kilometers away from you. Okay, so ആ ഒരു ചേഞ്ച് കൊണ്ടുവരിക. compete with the people who you can see. compete with the people you can see around you. Okay, that's what we want. Okay, be happy, be grateful for what you have. satisfy ആവുക. കിട്ടിയ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ബി ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, കാരണം ഇന്ന് നമുക്ക് കിട്ടിയൊരു ചെറിയ സമ്മാനം, അത് കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഹാപ്പി ആകാൻ പറ്റുന്നില്ല. ബിക്കോസ് വി ആർ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ഹു ഹാവ് ലംബോർഗിനി, ഫെറാറി ഒക്കെ കമ്പയർ ചെയ്യുന്നു. ബട്ട് ആ ഒരു ചെറിയ സമ്മാനം പോലും കിട്ടാത്തൊരാൾക്കാർ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരുടെ കാര്യം എന്തായിരിക്കും? സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ സാറ്റിസ്ഫൈഡ്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് പീപ്പിൾ outside your natural habitat. All right.